ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് 2-3 ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. 2-3 ശരിക്കും 2 വിളിച്ചിട്ട് അങ്ങനെ ഇവളെയും കൂട്ടി വേണം പോകാൻ. ഓൾ എന്നോട് അതിലേ വാന്ന്. അങ്ങനെ ഞാൻ പോയി. അപ്പോഴത്തേക്ക് ഞാൻ കുട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കും കുട എടുക്കണം. ഞാൻ ചെരുപ്പിട്ടിന് ഓക്കും ചെരുപ്പിടണം. അന്ന് ഓൾ നടക്കൂല്ല. അങ്ങനെ ഒരു കുട്ടിയാണ് ഇവള്. കണ്ടാ ഹായ് എല്ലാം തീർത്ത് ക്യാമറ നോക്കിയിട്ട് അങ്ങനെ ഇവളെയും കൂട്ടി പോയി. നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ എന്ത് ഓർമ്മ വരുന്നത്? എനിക്ക് സദ്യ, കുറേ കറികൾ, പായസം, അതെല്ലാം ആണ് ഓർമ്മ വരുന്നത്. അതേപോലെ ചതുർത്ഥി സ്പെഷ്യലാണ് കൊട്ടികയും അതിന് കോമ്പിനേഷനായിട്ട് മുതിരക്കറി പറയും. മുതിര പറഞ്ഞാൽ ഹോസ് ഗ്രാം അല്ലേ? അതെ. അപ്പോൾ ഇതാണ് മഞ്ജു, ഇവളെ വീട്ടിലേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ ഈ ഇതാണ് കൊട്ടിക. ഉഴുന്നിന ഇങ്ങനെ അത് വാഴയില്ലാന്ന് തോന്നുന്നു, അതിൽ ഇങ്ങനെ വെച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പീസായിട്ടാണ് തരിക. ഞാൻ ഒരു പീസ് എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഓൾറെഡി കഴിച്ചുകൊണ്ട് കുറച്ച് എടുത്തിട്ട്, അപ്പോൾ ഇവളെ എനിക്ക് കറിയെല്ലാം വിളമ്പി തരുന്നുണ്ട്. ഈ കറിയെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് തിന്നണം. അപ്പോൾ ഇനി കുറച്ച് കറി ഇട്ടാൽ പോരാ, കുറേ കറി ഇടണം, എന്നാലേ അപ്പം ഫുള്ള് തീരും. അതെല്ലാം വയർ നിറച്ച് തിന്നു. അപ്പോഴത്തേക്ക് അമ്മമ്മയും മോളും ഭയങ്കര കഥ പറയലാണ്. എന്ത് പറഞ്ഞാൽ അപ്പിക്കനെ ഉണ്ടാക്കി അറിയൂ. അതെല്ലാം കഴിഞ്ഞിട്ട് മഞ്ജുവിനോടൊരു ബായും പറഞ്ഞ് നമ്മൾ അവിടെ നിന്നിറങ്ങി. ഈവനിങ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. നന്ദിത ഞാൻ അംഗനവാടി തൊട്ട് നല്ല ഫ്രണ്ട്സാണ് ഇപ്പോഴും. അതെ, ഇവള് ചെറിയ പുള്ളിയല്ല, ഇവള് വലിയ പുള്ളിയാണ്. ആ ഫോട്ടോ കാണുന്നില്ലേ നിങ്ങൾ? അങ്ങനെ നമുക്ക് കുറേ കഥകളുണ്ട് പറയാൻ വേണ്ടിയിട്ട്, കുറേ ആയി കണ്ടിട്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്രണ്ട് ഉണ്ടോ ചെറുപ്പം മുതലേ ഒന്നിച്ചുള്ള? അങ്ങനെ ഒരാളാണ് ഇവൾ. അങ്ങനെ ഞങ്ങൾ പായസമെല്ലാം കുടിച്ചു ലൈറ്റായിട്ട്. പിന്നെ ഈ ദിവസം അവർ വീട്ടിൽ തന്നെ എന്തെല്ലാം സ്നാക്സ് ഉണ്ടാക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ സ്നാക്സ് എല്ലാം. അപ്പോൾ കുറച്ച് നാളാണ് ക്യാമറയുടെ മുമ്പിൽ വരാം, എന്നാൽ ഞാൻ മാറ്റിയത്. എൻ്റെ നമ്മ എന്തെല്ലോ കഥ ഇങ്ങനെ പറയുന്നത്, ഇത് അൺഎക്സ്പെക്റ്റഡായി തോന്നില്ലേ നിങ്ങൾക്ക്? അങ്ങനെ ബായ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഉമ്മ മേടിച്ചോട്ടാ.